കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ലഭ്യമാവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. ഞാൻ അനുമോദിലേക്ക് പോകുന്നു. അനുമോദ്, ഇപ്പോൾ ഡാനിയോട് സംസാരിച്ചത് ന്യൂഹിൻ്റെ കുടുംബാംഗങ്ങളാണ്, മലപ്പുറത്ത് നിന്നുള്ള. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായി അനുമോദ്? അവിടെ എന്തായാലും 10:30 ആകും വിമാനം എത്താൻ എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഗുഡ് മോർണിംഗ് എൽദോ. തീർച്ചയായും ദുഃഖകരമാണ് നമ്മൾ ഇന്ന് രാവിലെ കാണാൻ പോകുന്ന കാഴ്ചകളും സാഹചര്യങ്ങളും ഒക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മരണമടഞ്ഞ ബാഹുലേൻ്റെ വീട്ടിലെത്തിയിരുന്നു. ബാഹുലേൻ്റെ മരണം ആ ഒരു വീടിനെ, കുടുംബത്തെ മാത്രമല്ല നാടിനൊന്നാകെ തന്നെ വലിയ ദുഃഖകരമായ സാഹചര്യമാണ് തീർത്തത്. കാരണം ബാഹുലേൻ നാടിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു, പൊതുപ്രവർത്തകനായിരുന്നു. പ്രളയകാലത്തും മറ്റുമൊക്കെ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി ഒപ്പം നിന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ മരണം ഒരുപാട് പേരെയാണ് ഉലച്ചിട്ടുള്ളത്. അതുപോലെ അവസാനമായിട്ട് ബാഹുലേനെ ഒന്ന് കാണുവാൻ വേണ്ടി ഇപ്പോൾ നാട് കാത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം, നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയാൽ തന്നെ അവിടുത്തെ ചടങ്ങുകളും മറ്റും പൂർത്തിയാക്കി ഏതാണ്ട് 2.5 മണിക്കൂറിലധികം സമയം നെടുമ്പാശ്ശേരിയിൽ നിന്നും പുലാമന്തോളിലേക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 മണിക്ക് ശേഷമേ ഇവിടേക്ക് ഭൗതിക ശരീരം എത്തൂ എന്നുള്ള വിവരമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഷൊർണൂർ ശാന്തി തീരത്ത് വെച്ചാകുമെന്ന സൂചനയാണ് കുടുംബാംഗങ്ങൾ തന്നിരിക്കുന്നത്. കാരണം നമ്മൾ ആ വീടും പരിസരവും കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നാട്ടിലെത്തി ഏതാണ്ട് 1-2 മണിക്കൂർ ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സാഹചര്യമുണ്ടാകും. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചയോടെ 3 മണിയോടെ ഈ പറയുന്ന സമയപ്രകാരമാണെങ്കിൽ 3 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ത്യകർമ്മങ്ങൾക്കായി ഷൊർണൂരിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. കാരണം അധികം സമയം ഒരുപക്ഷെ ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നില്ല എന്നുള്ള സൂചനയാണ് ബന്ധുക്കൾ നൽകുന്നത്. നൂഹിൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞത് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞതാണ്. അവിടെയും അത്തരത്തിലാണ് സാഹചര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ. എന്താണെങ്കിലും ഒരു നാടൊന്നാകെ ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ അപകടം അറിഞ്ഞത് മുതൽ കാണുന്നത്. ഇനിയിപ്പോൾ രാവിലെ കൂടുതൽ പ്രവർത്തകരും, പാർട്ടി പ്രവർത്തകരും, പൊതുപ്രവർത്തകരും, സാധാരണക്കാരും ഒക്കെ ഈ 2 വീടുകളിലേക്ക് എത്തിച്ചേരും എന്ന് നമുക്ക് ഉറപ്പാണ്. അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു ഈ 2 പേരും നാട്ടുകാർക്ക്. എൽദോ, അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ കൊച്ചിയിലേക്ക് എത്തുമെന്നാണെങ്കിലും അനുമോദ്, അവിടെ ഒരുക്കങ്ങൾ പൂർണ്ണമാണെന്ന് അനുമോദ് വ്യക്തമാക്കുന്നു. നാടൊന്നാകെ ഒരു തേങ്ങലിലാണ്. ഇത്രമാത്രം ഒരു വലിയ ദുരന്തം, അത് പ്രവാസികൾ വീട് വിട്ട് നാട് വിട്ട് നമുക്കൊക്കെ വേണ്ടി അവിടെ ജോലിയിൽ ഏർപ്പെട്ട് നിന്ന് അവർക്ക് നേരിട്ട ഒരു അത്യാഹിതം അത് കേരളത്തെ ഉടനീളം വലിയ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനുമോദ്, മലപ്പുറത്ത് മറ്റ് മരണങ്ങൾ, അവരുടെ ഒരുക്കങ്ങളൊക്കെ എന്താണ്, സംസ്കാരങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ലഭ്യമാണോ? ഏതോ 2 മരണമാണ് മലപ്പുറത്തുണ്ടായിരിക്കുന്ന. ഒന്ന് പുലാമന്തോൾ സ്വദേശി ബാഹുലേനും കൂട്ടായ സ്വദേശി നൂഹും. നൂഹിൻ്റെ സംസ്കാര ചടങ്ങുകൾ അവരുടെ മഹല്ല് പള്ളി ഖബറിടത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതും ഈ ഉച്ചയ്ക്ക് ശേഷമാകാനാണ് സാധ്യത. നൂഹിൻ്റെ പ്രത്യേകത, നൂഹ് ആ ഒരു മേഖലയിൽ ഏറെക്കാലം പ്രവർത്തിച്ച ആളാണ്, നാട്ടുകാർക്ക് പ്രിയങ്കരനാണ്. തീരദേശ മേഖലയിൽ നിരവധി കാലം ജോലി ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോണിലൊന്നും കിട്ടാത്തപ്പോൾ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ആശങ്കയിലായിരുന്നു. നൂഹിൻ്റെ കുടുംബാംഗങ്ങൾ, സഹോദരന്മാർ കുവൈത്തിലുണ്ട്. അവർ അന്വേഷിച്ചാണ് നൂഹിൻ്റെ ഈ സാഹചര്യം, നൂഹ് നമ്മളെ വിട്ടുപോയ കാര്യം മനസ്സിലാക്കിയത്. ആ മോർച്ചറിയിൽ ചെന്ന് മൃതദേഹം കണ്ടാണ് ഈ ഒരു വിവരം നാട്ടിലേക്ക് അറിയിച്ചത്. അപ്പോൾ ഇനി ഇവിടെ കൊണ്ടുവന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മഹല്ല് പള്ളി ഖബറിടത്തിൽ തന്നെ അന്ത്യവിശ്രമം ഒരുക്കും. അതിനുള്ള ഒരുക്കങ്ങളും എന്താണെങ്കിലും മൃതദേഹം എത്തിച്ചേരുന്നതിൻ്റെ സമയമാണ് ഇവിടെയൊക്കെ ഇനി പ്രധാനപ്പെട്ട കാര്യം. കാരണം നെടുമ്പാശ്ശേരിയിൽ എത്തിയാൽ തന്നെ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 2.5 മണിക്കൂറോളം സമയം നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരൂരിലേക്കും പുലാമന്തോളിലേക്കൊക്കെ എടുക്കുക, ഏറ്റവും വേഗത്തിൽ വന്നാലും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാവുക. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരത്തോടെ ആയിരിക്കും ഇവരുടെ എല്ലാം സംസ്കാര ചടങ്ങുകൾ എന്നാണ് നമുക്ക് വ്യക്തമാകുന്ന വിവരം. അനുമതി, ഇവരുടെയൊക്കെ ഒരു കുടുംബത്തിലെ സാഹചര്യം എന്താണ്? ഇപ്പോൾ നൂഹിൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു 3 പെൺകുട്ടികളാണ്,
സാമ്പത്തിക അവസ്ഥയൊക്കെ അത്ര അത്ര മികച്ചതല്ല എന്നുള്ളതൊക്കെ ഈ ബാഹുലേൻ്റെയും നൂഹിൻ്റെയും ഒക്കെ സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണോ അവിടെ? ബാഹുലേൻ്റെ കുടുംബത്തിൻ്റെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏക വരുമാന സ്രോതസ്സും ബാഹുലേൻ്റെ ജോലി തന്നെയായിരുന്നു. കാരണം ബാഹുലേൻ സാമ്പത്തികമായിട്ട് ഏറെ പരാധീനതകളുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബ്ലോക്ക് പഞ്ചായത്തിൽ അംഗമായിരുന്നു, തികച്ചും സൗമ്യ സ്വഭാവിയായ വ്യക്തി. അതുപോലെ തന്നെ ബാഹുലേനാണെങ്കിലും നാട്ടിൽ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ നിന്നും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് ഈ ഒരു പ്രവാസം മാത്രമാണ് വഴി എന്ന് കണ്ട് അദ്ദേഹം പ്രവാസത്തിലേക്ക് കടക്കുകയായിരുന്നു. 5 വർഷത്തിലേറെയായി അദ്ദേഹം വിദേശത്താണ്. ആദ്യം അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു, പിന്നീട് അദ്ദേഹത്തെ മറ്റൊരു കമ്പനിയിൽ കാഷ്യറായിട്ട്, ഇതേ കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെ മറ്റൊരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ കാഷ്യറായിട്ട് അദ്ദേഹത്തിന് ജോലിക്കയറ്റം കിട്ടി. അങ്ങനെ ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുന്നു. ആ ഒരു ഘട്ടത്തിൽ എന്താണ് വിധി ഇപ്പോൾ ഏറ്റവും ക്രൂരമായ ആ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. ഒരു സഹോദരി മാത്രമാണുള്ളത്, വിവാഹിതനാണ്, കുഞ്ഞുങ്ങളില്ല, അച്ഛനും അമ്മയും. അത്രയും ചെറിയ ഒരു കുടുംബമാണ് ബാഹുലേൻ്റെ. ഒപ്പം ബാഹുലേൻ്റെ ഈ ബന്ധുക്കളൊക്കെ തന്നെ ഒരുമിച്ചാണ്, ഒരേ ഇടത്താണ് താമസം. അപ്പോൾ ഒരാളുടെ ദുഃഖം ഒരു നാടിൻ്റെ മൊത്തം ദുഃഖമാവുന്ന ഒരു കാഴ്ച. കാരണം ബാഹുലേൻ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. യൂത്ത് കോൺഗ്രസിലും KSUവിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ച ആളാണ്. ബാഹുലേൻ്റെ അച്ഛനും നേരത്തെ പറഞ്ഞതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ജനബന്ധം, ജനപിന്തുണയൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ഇതൊന്നും അവരുടെ വ്യക്തിജീവിതത്തിലോ സാമ്പത്തികമായ ഇതിലൊന്നും ഈ ഒരു ബന്ധങ്ങളൊന്നും അവർ ദുരുപയോഗം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കഷ്ടപ്പെട്ട് തന്നെയാണ് കഴിയുന്നത്. ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ്. വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന അച്ഛനും അതുപോലെ തന്നെ മറ്റാരും ഇനി ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കൊന്നും ആശ്വസിപ്പിക്കാനോ അദ്ദേഹത്തോട് ഒന്നും എന്ത് പറയാൻ എന്ത് കേൾക്കാൻ എന്നുള്ള അവസ്ഥയിലായിരുന്നു. കാരണം വാക്കുകൾക്കെല്ലാം അതീതമായിട്ടുള്ള ഒരു നഷ്ടമാണ് ആ കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ സർക്കാർ നൽകുന്ന സഹായവും മറ്റ് കമ്പനിയുടെ ഇൻഷുറൻസും ഒക്കെ കൃത്യമായി ലഭിച്ചാൽ മാത്രമാണ് അവർക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ അല്പമെങ്കിലും ആശ്വാസമാവും. മനുഷ്യന് പകരമാകില്ല ഇതൊന്നുമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചെറിയ സാമ്പത്തിക സഹായമെങ്കിലും അവർക്ക് ഇനിയുള്ള ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ വരാതിരിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വേഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും അനുമതി സൂചിപ്പിച്ചതുപോലെ അത്തരം സഹായങ്ങളിലൊക്കെ ഇനി ആ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകട്ടെ. എന്നാലും അവരുടെ അത്താണിയായ പലരുമാണ് മരിച്ച ആളുകളുടെ മിക്ക ആളുകളുടെയും സാഹചര്യം അത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും